ഷൊർണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊതുവാൾ ജംഗ്ഷന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ നാടൻ മുറിച്ച് ഭദ്രദീപം തെളിയിച്ച് ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇടതുപക്ഷവും വലതുപക്ഷവും ഭീകരവാദികളിൽ കീഴടങ്ങി വോട്ട് നേടാൻ ശ്രമിക്കുകയാണെന്നും ഇത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ആരോപിച്ചു. യഥാർത്ഥ മതേതരത്വമാണ് എൻഡിഎ മുന്നോട്ട് വെക്കുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നിയോജക മണ്ഡലം എൻഡിഎക്ക് വേണ്ടി വിധിയെഴുതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുക. രണ്ട് മുന്നണികളെയും ജനങ്ങൾക്ക് മടുത്തിരിക്കുക. ഓരോ ആളുകളെ സമീപിക്കുന്ന സമയത്തും ഓരോ പ്രദേശത്ത് പോകുന്ന സമയത്തും വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് എൻ ഡി എയിലുള്ളത്. ഇത്തവണ എൻ ഡി എ വിജയിക്കണം എന്നുള്ളത് എൻ ഡി എയുടെ പ്രവർത്തകർ മാത്രമല്ല, എൻ ഡി എയുടെ അനുഭാവികളല്ല, മറിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു. കേരളത്തിലെ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് കാണുക. അത് ദേശീയപാതകളുടെ വികസനമായാലും ശരി, മറ്റ് റെയിൽവേ മേഖലയിലുള്ള വികസനമായാലും ശരി, ഗ്രാമീണ റോഡുകളുടെ വികസനമായാലും ശരി, എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നത് കേന്ദ്ര സഹായത്തോടു കൂടിയിട്ടാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അവര് കേരളത്തിന്റെ ഇന്നത്തെ ഭരണത്തിന്റെ സ്ഥിതിയെ സംബന്ധിച്ചും അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. കേരളം വലിയ കടക്കണിയും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ ട്രഷറി അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചോളം, അംഗനവാടി ടീച്ചർമാരെ സംബന്ധിച്ചോളം, ആശാ വർക്കർമാരെ സംബന്ധിച്ചോളം, കർഷകരെ സംബന്ധിച്ചോളം എല്ലാം അവർക്കറിയാം ഇപ്പം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഏപ്രിൽ മാസത്തോടുകൂടി അവസാനിക്കും. ഈ കേരളത്തിൽ സാധാരണക്കാർക്കായിട്ടുള്ള ഒരു പദ്ധതിയും നടക്കാൻ പോകുന്നില്ല, ഒരു പെൻഷനും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അവരാഗ്രഹിക്കുന്നത് ഈ രാജ്യത്ത് മോദി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലെ കേരളവും വികസനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് നയിക്കണം. BDJS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽരാജ് അധ്യക്ഷത വഹിച്ചു. ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ബിജെപി നിയോജക മണ്ഡലം കൺവീനർ കെ വിജയൻ, ശിവസേന ജില്ലാ സെക്രട്ടറി ബിനോജ്, ബിജെപി സംസ്ഥാന സമിതി അംഗം രുക്മിണി ടീച്ചർ, പരമേശ്വരൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പി നന്ദകുമാർ, നേതാക്കളായ എം പി സതീഷ് കുമാർ, എ പി പ്രസാദ്, വി ബി മുരളി, കെ പ്രസാദ്, എൻ മണികണ്ഠൻ, കെ ഹരിദാസ്, മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറിമാരായ പി ജയരാജൻ, ഗോപകുമാർ, രാജേഷ് വെള്ളോത്ത്, വിനോദ് കുമാർ, RSS വിഭാഗ് സമ്പർക്ക പ്രമുഖ ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.